ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടത്തിലെ 2-ാം വാരം ശനിയാഴ്ച. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ ബന്ധുക്കൾ വന്നിട്ട് ഈശോയ്ക്ക് സുബോധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഈശോയെ സമൂഹത്തിൽ നിന്നും, പൊതുജന സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. കർത്താവിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പറയുന്നു കർത്താവിന് വട്ടാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് അവരുടെ ഒരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നൊരു ഭാഗമുണ്ട്. കർത്താവിൻ്റെ അടുത്തേക്ക് ജനക്കൂട്ടൽ വരുമ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്തു, അവരെ പഠിപ്പിക്കാനും അവരെ സുഖപ്പെടുത്താനും വേണ്ടി ശ്രമിക്കുന്ന ഒരു ക്രിസ്തു, ശരീരം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഇത്രത്തോളം പ്രയത്നിക്കുന്നത് കാണുമ്പോൾ ഏതൊരു ബന്ധുവും വിചാരിക്കും, ഇവന് വട്ടല്ലേ, ആകെ ഒരു അമ്മയാണുള്ളത്. ആ അമ്മേനെ ഉപേക്ഷിച്ചുകൊണ്ട് നാട് നന്നാക്കാൻ വേണ്ടി പോകുന്ന മകനെ കണ്ടുകൊണ്ട് ബന്ധുക്കൾ പറയും ഇവന് വട്ടാണെന്ന്. തൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്നവരെ ക്രിട്ടിസൈസ് ചെയ്യും, അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഫരിസേയരുടെയും സദുക്കാരുടെയും ഏറുപക്ഷക്കാരൊക്കെ ശക്തമായിട്ട് വിമർശിക്കുകയും ചെയ്യുമ്പോൾ ഒപ്പമുള്ളവർ വിചാരിക്കും ഇവന് വട്ടാണോ. ഇങ്ങനെ ഉന്നതരുടെ എതിരെ നമ്മൾ പോകുമ്പോൾ ഒപ്പം പിടിക്കേണ്ടത് അതുപോലെ ശക്തന്മാരെയാണ്. പക്ഷേ തൻ്റെ ഒപ്പമായിരിക്കാൻ വേണ്ടി സമൂഹത്തിൽ ഒരു വിലയുമില്ലാത്ത വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അപ്പോസ്തലന്മാരാക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവന് വട്ടാണോ. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ എവിടെയോ ഒരു ഇച്ചിരി വട്ടോടുകൂടെ ചെയ്യുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ കാണുന്നത്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കർത്താവിനെ പോലെ ഒരു ഇച്ചിരി വട്ടുള്ളവരായിട്ട് മാറാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കാം. പള്ളിയിൽ കുർബാനയുടെ സമയത്ത് ഞാൻ ഉറക്കെ പാടിയാലും പ്രാർത്ഥിച്ചാലും അപ്പുറത്തെ ആളുകളൊക്കെ എന്തൊക്കെ വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വളരെ സ്വരം കുറച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പള്ളിയിൽ അതുപോലെ ഉറക്കെ പ്രാർത്ഥിക്കുന്നവരെ കണ്ട് നമ്മൾ കളിയാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം അതായിരുന്നു ശരി. ആ വട്ടാണ് നമുക്ക് വേണ്ടത്. പെരുവഴിയിൽ നിൽക്കുന്ന സമയത്ത് വൈകുന്നേരം ഒരു 6 മണിയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ രാവിലെയൊക്കെ പള്ളിമട അടിക്കുന്ന സമയത്ത് ആരും കണ്ടോട്ടെ കുഴപ്പമില്ല, എൻ്റെ ക്രിസ്തുവാണ് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുരിശു വരയ്ക്കാൻ വേണ്ടി ധൈര്യം കാണിച്ചാൽ ചിലപ്പോൾ ഒപ്പമുള്ളവർ കളിയാക്കുമായിരിക്കും. പക്ഷെ അതിനെയും അതിജീവിച്ചുകൊണ്ട് ഞാൻ കുരിശു വരക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഞാൻ പറയും അത് ക്രിസ്തുവിന് വേണ്ടിയുള്ള വട്ടാണ്. എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു നേട്ടം, ഒരു പ്രോഫിറ്റ്, അത് ഞാൻ വേണ്ടാന്ന് വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടുകാർ വരെ പറയും വട്ടാണോ. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ, ദൈവമേ ഈശോയെ പോലെ ഇച്ചിരി വട്ടുള്ളവരായിട്ട്, ആത്മാർത്ഥമായിട്ടുള്ളൊരു വട്ടുള്ളവരായിട്ട് ഞങ്ങളെയും മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് ദിവസമായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.